السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ പറ്റിയാണ്. ബുഖാരി ഷരീഫിൽ ഹദീസുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ടൈലർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭക്ഷണത്തിനായി ക്ഷണിച്ചു. ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോയി. അങ്ങനെ അവിടെ ആ വിരുന്നിന് ഒരുക്കിയത് ബാർലിയുടെ റൊട്ടിയും അതേപോലെ തന്നെ മത്തൻ്റെ കറിയുമായിരുന്നു. ആ കറിയിൽ ഉണക്ക് ഇറച്ചിയും മാംസവും ഉണ്ടായിരുന്നു. എങ്കിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മത്തൻ്റെ കഷ്ണം തന്നെ എടുത്ത് കഴിച്ചു. അതുമുതൽ ഞാൻ ഈ മത്തങ്ങയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന്. ഇത് മത്തങ്ങയാണോ ചുരങ്ങയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു ഇത് മത്തങ്ങയാണ് എന്ന്, ചിലർ പറഞ്ഞു ചുരങ്ങയാണ് എന്ന്. സൗദിയുടെ പണ്ഡിതന്മാർ കൂടുതലും പറയുന്നത് ഇത് മത്തങ്ങയാണ് എന്നാണ്. ചിലർ പറഞ്ഞത് രണ്ടും ഉദ്ദേശമാണ് എന്ന്. അതും ആകാനുള്ള ഏറെ സാധ്യതയുണ്ട്. കാരണം ഈ മത്തങ്ങയുടെ ഫാമിലിയിൽ പെട്ടത് തന്നെയാണ് ചുരക്ക. ഇങ്ങനെ ഇതിനെപ്പറ്റിയുള്ള ഹദീസുകൾ ബുഖാരി ഷരീഫിലും ഇബ്നു മാജഹിലും ഷമാഇൽ മുഹമ്മദിയയിലും കൻസുൽ ഉമ്മാലിലും ഷുഅബുൽ ഈമാനിലും തബ്രാനിയിലും തിർമിദിയിലും നസായിലൊക്കെ കാണുന്നുണ്ട്. ഈ മത്തങ്ങക്കും ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകളുണ്ട്. അതേപോലെ ഈ ചുരക്കും കൂടുതൽ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഈ മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതായത് വൈറ്റമിൻ എ, B1, B2, B3, B5, B6, B9, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക്, ഇതുപോലെയുള്ള ഒരുപാട് അനേകം ഘടകങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് വൈറ്റമിൻ എ, B1, B2 എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ആ ഓരോന്നിലും ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ചുരുക്കത്തിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ ഇന്ന് ശാസ്ത്രജ്ഞർ ഗവേഷണം ചെയ്ത് അവർക്ക് കിട്ടിയ റിസൾട്ടിനെ പറ്റി അവർ പറയുന്നത്, ഈ മത്തങ്ങ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാഴ്ചകൾ അത് കൂട്ടും എന്ന് മാത്രമല്ല, നമ്മുടെ വെയിറ്റിനെ അതൊരു നിലക്ക് നിർത്തും. നമ്മുടെ ഭാരം, വെയിറ്റ് അത് ഒരു കൺട്രോളിൽ നിർത്തും. അതേപോലെ തന്നെ കൊഴുപ്പുകളെയും ഒരു നിലക്ക് നിർത്തും, കൂടുതൽ കൂടൂല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ പ്രായമാകുമ്പോൾ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങളെ അത് തടയും. അത്തരം രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ഈ മത്തങ്ങയുടെ സീഡിനെ പറ്റി, അതിൻ്റെ വിത്തിനെ പറ്റി ഇന്ന് നാം അനേകം അതിൻ്റെ ആരോഗ്യ ഫലങ്ങളെപ്പറ്റി കേൾക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞർ പറയുന്നത് അതിൻ്റെ വിത്ത്, മത്തങ്ങയുടെ പംകിൻ്റെ സീഡ്, അത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ തലച്ചോറിൻ്റെ, ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഈ മത്തങ്ങയുടെ ജ്യൂസ് ഒരുപാട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്.
ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യും, കൂടുതൽ ഹാർട്ടിന് ആരോഗ്യം ലഭിക്കും. കൂടാതെ നമ്മുടെ എല്ലിനും പല്ലിനും ഒരുപാട് ഇത് മുഖേന അതിൻ്റെ ഫോർമേഷന് ഇത് ഉപകരിക്കും. അതായത് എല്ലും പല്ലും നന്നായി വളരും എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ രക്തധമനികൾ, രക്തം പമ്പ് ചെയ്യുന്ന ആ ഞരമ്പുകൾക്കും അതിൻ്റെ റിലാക്സേഷനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മലാശയങ്ങൾക്ക്, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ഉചിതമാണ് ഇതിൻ്റെ പിന്നെ സീഡ്സ്, അതേപോലെ തന്നെ ഈ മത്തങ്ങ. കൂടാതെ തണുപ്പ് കാലത്തും എന്ന് പറഞ്ഞാൽ ജലദോഷമുള്ള സമയത്തും പനികളുള്ള സമയത്തൊക്കെ മത്തങ്ങ നല്ലതാണ്. ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദങ്ങൾക്കും നല്ലതാണ്. ഇത് പെട്ടെന്നുള്ള ഹാർട്ടിൻ്റെ പിടിത്തം, സഡൻ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള മാരകമായ രോഗങ്ങളെ തടയാനും വളരെ നല്ലതാണ്. ഇതിൻ്റെ സീഡ്സിനെ പറ്റി, വിത്തിനെ പറ്റി ശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ അത് കൂട്ടും. നമ്മുടെ ഓരോ കോശങ്ങൾ, സെല്ലുകളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതിൻ്റെ പാർട്ടിഷൻ, അതിൻ്റെ ഡിവിഷനും, അത് വേറെ വേറെ ആക്കി പോകുന്നതിനും വളരെ നല്ലതാണ് സെല്ലുകൾ. അതേപോലെ തന്നെ നല്ല ഉറക്കം ലഭിക്കാനും മനസ്സമാധാനത്തിനും നല്ല രുചികൾ കിട്ടാനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞത് കണ്ണിന് നല്ലതാണ് എന്നുള്ളത് ഈ മത്തനാണ്. ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ സീഡ്, വിത്തും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇൻസുലിൻ്റെ റെഗുലേഷൻ, നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ, അതിൻ്റെ കുറവ് മൂലമോ അത് തീരെ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഇന്ന് ഷുഗറിൻ്റെ രോഗങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നു. അത് നോർമലിൽ നിൽക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ ലൈംഗിക ബന്ധങ്ങൾക്കും പുരുഷന്മാർക്ക് വളരെ നല്ലതാണ്. വിട്ടുമാറാത്ത ക്ഷീണങ്ങൾക്കും വളരെ നല്ലതാണ്. ഇതൊക്കെ അതിൻ്റെ സീഡിനെ പറ്റി, വിത്തിനെ പറ്റിയാണ് പറയുന്നത്. മുഖക്കുരുവിന് നല്ലതാണ്. പ്രായം തികയാതെ 9 മാസം കഴിയാതെ പ്രസവിച്ച കുട്ടിയുടെ വെയിറ്റ് കുറവിനും ആ വെയിറ്റ് കൂട്ടാനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ സ്കൂളിലുള്ള പെർഫോമൻസ്, ഒരു ചുറുചുറുക്കായി സ്കൂളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ സംബന്ധിക്കുവാൻ വളരെ നല്ലതാണിത്. ഇതിൻ്റെ വിത്ത് പുരുഷന്മാർക്ക് വളരെ നല്ലതാണ്. അവരുടെ പൗരുഷ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്ന പ്രോസ്ട്രേറ്റ്, അതിനും വളരെ നല്ലതാണ്. പ്രോസ്ട്രേറ്റിൻ്റെ കുറവ് കൊണ്ട്, അതിനുള്ള രോഗങ്ങളെ കൊണ്ട് പല പ്രശ്നങ്ങളും പുരുഷന്മാർക്ക് ഉണ്ടാകുന്നു. പ്രത്യേകം അവരുടെ ലൈംഗിക ബന്ധത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാകുന്നു. അതിനെ ആക്കം കൂട്ടാൻ അതിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്ന് മാത്രമല്ല, ഇത് ലിവറിന് നല്ലതാണ്. അതേപോലെ തന്നെ എപ്പോഴും നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ഈ പംകിൻ, അതായത് മത്തൻ. ഇനി ചുരക്കയുടെ ബെനിഫിറ്റ്സുകൾ വേറെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹു തആല നമുക്ക് അതിനെപ്പറ്റി അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കാം. പ്രവാചക വൈദ്യത്തിലെ ഒരുപാട് ആഴത്തിൽ പഠിച്ച ഒരു ഉയർന്ന ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ഷംഷി, അദ്ദേഹം പ്രവാചക വൈദ്യത്തിൽ 3 വാള്യമുള്ള ഒരു ഗ്രന്ഥം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്.
അതിൻ്റെ ഫാർമക്കോളജി, ഈ 3 വാള്യമുള്ള ഇംഗ്ലീഷിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഫാർമക്കോളജി 36 ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സൗദിയുടെ പണ്ഡിതന്മാരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശം മത്തങ്ങയാണ് എന്നാണ് അവർ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് ഇവിടെ ബോംബെയിലുള്ള, അദ്ദേഹം ബോംബെക്കാരനാണ്, ഈ ബോംബെയിലും യു പിയിലുള്ള പണ്ഡിതന്മാർ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ചുരക്കയാണ് എന്ന്. എന്നാൽ എങ്ങനെയാണെങ്കിലും അത് ഒരേ ഫാമിലിയാണ്, രണ്ടിനും പ്രത്യേകം മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ, ഔഷധ ഫലങ്ങൾ ഉണ്ട്. ചുരുക്കത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട ഈ മത്തങ്ങ, ഈ ചുരക്കക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ, ആരോഗ്യ ഫലങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അത്തരം സാധനങ്ങൾ നാം കഴിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്ക് എപ്പോഴും നല്ലത് ചെയ്യുവാനും നല്ലത് പറയുവാനും ജനങ്ങൾക്ക് മൊത്തം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അവരെ സഹകരിക്കുവാനും സഹായിക്കുവാനും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.